ആദിവാസി സ്ത്രീയെ കടുവ കൊന്നു തിന്ന വയനാട് പഞ്ചാരക്കൊല്ലിയിൽ ജനരോഷം അതിശക്തമായി തുടരുകയാണ്. കടുവയെ വെടിവെച്ചു കൊല്ലുമെന്ന വനം വകുപ്പിന്റെ ഉത്തരവിൽ വ്യക്തതയില്ല എന്നാരോപിച്ച് DFO അടക്കം ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞുവെച്ചിരുന്നു. അതേസമയം കടുവയെ കൂട്ടിലാക്കാനാണ് വനം വകുപ്പ് ശ്രമിക്കുന്നത്. പ്രതിഷേധങ്ങൾക്കിടെ ഇന്നലെ കടുവ കൊന്ന രാധയുടെ മൃതദേഹം പഞ്ചാരക്കൊല്ലിയിൽ സംസ്കരിച്ചു. സ്വന്തം ജീവൻ നിലനിർത്താനായുള്ള ജനങ്ങളുടെ പ്രതിഷേധം. കടുവയെ വെടിവെച്ച് കൊല്ലുക എന്ന കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങാനുള്ള നിയമപരവും പ്രായോഗികവുമായ തടസ്സങ്ങൾ. ഇത് രണ്ടും തമ്മിലുള്ള സംഘർഷമാണിപ്പോൾ പഞ്ചാരക്കൊല്ലിയിൽ നടക്കുന്നത്. പ്രിയദർശിനി എസ്റ്റേറ്റിലെ ക്യാമ്പ് ഓഫീസിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരുടെ ശക്തമായ ജനരോഷം. പഞ്ചാരക്കൊല്ലിയിലെ പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപം തന്നെ കടുവ ഉണ്ടെന്നാണ് നിഗമനം. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം കടുവയെ ഉടനടി വെടിവെച്ച് കൊല്ലാനാകില്ല. കടുവയെ കൂട്ടിലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് DFO വ്യക്തമാക്കി. നമുക്ക് ഭീഷണി ഉണ്ടാക്കുന്ന കടുവയെ പിടിച്ചു മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ പറഞ്ഞോട്ട് ഒട്ടൊന്ന് കാട്ടിൽ കയറിയാൽ ആ കടുവ ഈ സ്ഥലത്ത് ഈ പരിസരത്തുണ്ട്. നമ്മൾ കാട്ടിൽ കയറി ദൂരെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കിട്ടില്ല. നമ്മൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഇന്നലെ പുറത്തിറങ്ങിയ ഉത്തരവിലും കടുവയെ ഉടൻ വെടിവെച്ച് കൊല്ലുമെന്ന് പറയുന്നില്ല. ഇനിയും ആക്രമണമുണ്ടായി മനുഷ്യജീവൻ നഷ്ടപ്പെട്ടാൽ മാത്രം വെടിവെക്കുമെന്ന വ്യവസ്ഥ അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. എന്തായാലും നിർബന്ധമായാലും ഞങ്ങൾക്ക് പുറത്ത് കടക്കാനോ വെള്ളം എടുക്കാനോ ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി മാറുന്നുണ്ട്. അതിന് നിങ്ങൾ വരുവാണെങ്കിൽ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കാണിച്ചു തരാം. വെടിവെച്ച് കൊല്ലാൻ കടുവ മുന്നിൽ വന്നു നിൽക്കുകയാണോ എന്ന നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ KS ദീപയുടെ ചോദ്യം നാട്ടുകാരെ കൂടുതൽ പ്രകോപിതരാക്കി. പ്രതിഷേധങ്ങൾക്കിടെ കടുവയുടെ ആക്രമണത്തിൽ മരിച്ച ആദിവാസി സ്ത്രീ രാധയുടെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ 8:30 മൃതദേഹം പഞ്ചാരക്കൊല്ലിയിലെ വീട്ടിലെത്തിച്ചു. ഹൃദയഭേദകമായ നിമിഷങ്ങൾ. മന്ത്രി OR കേളുവടക്കം രാധയുടെ വീട്ടിലെത്തിയിരുന്നു. പൊതുദർശനത്തിന് ശേഷം 11 മണിക്ക് മീൻമുട്ടി താറാട്ട് ഉന്നതി കുടുംബ ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. ഇതിനിടെ വയനാട്ടിലെ ചേകാടിയിലെ ജനവാസ മേഖലയിൽ നിന്ന് മറ്റൊരു കടുവയുടെ ദൃശ്യം പുറത്തു വന്നതും ആശങ്കയായി. നഷ്ടപരിഹാരം നൽകി അവസാനിപ്പിക്കുന്ന സ്ഥിരം പതിവിനി നടക്കില്ല. കടുവയെ ഉടൻ വെടിവെച്ചു കൊല്ലണമെന്ന് നാട്ടുകാരും കടുവയെ ഉടനടി വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടാനാകാതെ നിയമ തടസ്സത്തിൽ ഉദ്യോഗസ്ഥരും. ഇതാണ് നിലവിൽ വയനാട് പഞ്ചാരക്കൊല്ലിയിലെ ചിത്രം. ന്യൂസ് മലയാളം, വയനാട്.